നമസ്തേ. കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഞാനൊരു ക്ഷമാപണം നടത്തട്ടെ. എൻ്റെ തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. നല്ല തണുപ്പല്ലേ ഇപ്പം രാത്രി. അല്പസമയം ഞാൻ AC ഇട്ടു. തണുപ്പടിച്ചപ്പോൾ നിർത്തിയിട്ടോ. പക്ഷേ അത്രയും പോരെ, തൊണ്ടയെ ബാധിക്കാൻ വയസ്സായേ. എന്തായാലും ഞാനത് സാരമില്ലെന്ന് കരുതി കഥകൾ റെക്കോർഡ് ചെയ്യാം. കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ വിമാനത്തിലെ കല്ല്. ഇതൊരു നാടോടി കഥയാണ് കേട്ടോ. നാടോടി കഥ എന്ന് പറഞ്ഞാൽ നാട്ടിൻ പുറത്ത് ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്ന കഥകളെയാണ് നാടോടി കഥ എന്ന് പറയുന്നത്. മേധാവതി എന്ന് പറയുന്ന ഒരു വിദ്വാൻ ഉണ്ടായിരുന്നു ഒരു നാട്ടിൽ. മേധാവതിയുടെ ജോലി എന്താണെന്ന് വെച്ചാൽ അയാൾ നല്ലൊരു മെക്കാനിക്കാണ്. സ്വന്തമായിട്ട് പല പല വാഹനങ്ങളുമൊക്കെ ഉണ്ടാക്കും. അതിലാണ് അയാൾക്ക് താല്പര്യം. അയാളൊരിക്കൽ പല പല ഇതുകൊണ്ട് ലോഹത്തകിടുകൾ കൊണ്ട് ഒരു വിമാനമുണ്ടാക്കി. അദ്ദേഹത്തിന് സഹായിയായിട്ട് ഒരു ശിഷ്യനായിട്ടെന്ന് തന്നെ പറയാം, ഭവദത്തൻ എന്നൊരു വിദ്വാനും കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹം നല്ല മെക്കാനിക്കാണ്. ഗുരുവും ശിഷ്യനും കൂടിയിട്ടുണ്ടാക്കിയ വിമാനം കാഴ്ചയ്ക്ക് മനോഹരമാണെന്ന് മാത്രമല്ല, ശിഷ്യനെ താഴെ നിർത്തിക്കൊണ്ട് ഗുരു ആ വിമാനത്തിൽ കയറി വിമാനം പറത്തി. കുറച്ച് ദൂരം ഇങ്ങനെ ആദ്യം ശിഷ്യന് വലിയ പേടിയായിരുന്നു. എൻ്റെ ഗുരുവിന് സാധിക്കുമോ ഈ വിമാനം പറത്താൻ? അദ്ദേഹം തൊഴുകയോടുകൂടി ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ നിന്നു. ഗുരു വളരെ സമർത്ഥമായിട്ട് വിമാനം പറത്തിക്കൊണ്ട് ആദ്യം കിഴക്ക് ദേശത്തേക്ക് പോയി സൂര്യവന്ദനം നടത്തി. അത് കഴിഞ്ഞ് പടിഞ്ഞാറ് വശത്തേക്ക് പോയി. അവിടെ ചെന്ന് സമുദ്രദേവനെയും വണങ്ങി. നേരെ വടക്കോട്ട് താഴെ ഇറങ്ങി, ഓരോ തവണയും താഴെ ഇറങ്ങി വരും. ശിഷ്യനോടുണ്ടായ തൻ്റെ അനുഭവമൊക്കെ പറയും. വീണ്ടും പോകും. വടക്ക് ഭാഗത്തേക്ക് പോയി ഹിമാലയത്തേക്ക് കണ്ടു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നു. തെക്കേ സമുദ്രം വരെ എന്ന് പറഞ്ഞാൽ രാമേശ്വരം കാണാവുന്ന, രാമേശ്വരത്തിൻ്റെ ഗോപുരം അങ്ങോട്ട് കാണുന്ന വരെ പറന്നു തിരിച്ചു വന്നു. ഇങ്ങനെ വളരെ വിജയകരമായ 4 പറക്കൽ നടത്തി കഴിഞ്ഞതിന് ശേഷം ഗുരു താഴ്ത്തിറങ്ങിയിട്ട് ഭവദത്തനോട് പറഞ്ഞു, ഭവദത്തൻ വരൂ, നമ്മളുണ്ടാക്കിയ വിമാനമല്ലേ, അങ്ങും ഇനിയൊരു യാത്ര നടത്തും, വിമാനത്തിൽ യാത്ര നടത്തും. അപ്പോൾ ഭവദത്തന് ഒരു ചെറിയ പേടി. ഗുരു, ഞാൻ ഇങ്ങനെ പറന്നു പോകുമ്പോൾ വല്ല പക്ഷികളും എതിരെ വന്നാലും? പക്ഷികളൊന്നും വരില്ല. വിമാനം കൂടി ചെല്ലണ കാണുമ്പോൾ തന്നെ പക്ഷികളൊക്കെ പോകും. അല്ല, അവ കൊക്കുകൊണ്ട് കുത്തി മുറിക്കാൻ നോക്കിയാലോ? ഒന്നുമില്ല. പക്ഷികളുടെ കൊക്കുകൾ കൊണ്ട് കൊത്തിയാലൊന്നും കീറാത്ത തരത്തിലുള്ള വസ്തുക്കളാണ് നമ്മൾ വിമാനം ഉണ്ടാക്കിയേക്കണത്. അതുകൊണ്ട് പക്ഷികൾക്ക് ഉപദ്രവിക്കാൻ ഇതിനെ സാധിക്കില്ല. അത് ശരി, അങ്ങനെയാണല്ലേ. എന്നാലും ചിലപ്പോൾ ഇനി വല്ല പരുന്ത് വന്നാലും? പരുന്തൊന്നും വരാൻ പോണില്ല. പരുന്ത് വിമാനം കാണുമ്പോൾ പേടിച്ച് അങ്ങോട്ട് ഓടും. അല്ല, എങ്ങാൻ പരുന്ത് വന്നാലോ? ഒരെണ്ണമല്ല, കൂട്ടത്തോടെ അങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും? നമുക്ക് കാറ്റിൻ്റെ ഗതി അനുസരിച്ചല്ലേ നമ്മുടെ വിമാനം പറക്കണത്. അതിന് പറ്റാതെ വന്നാലോ? അപ്പോൾ ശിഷ്യൻ്റെ സംശയം ദൂരീകരിക്കണം, അത് മാറ്റിക്കൊടുക്കണം എന്ന് തോന്നി ഗുരുവിന്. ഗുരു എന്ത് ചെയ്തു? ഒരു കാര്യം ചെയ്യാം നമുക്ക് എന്ന് പറഞ്ഞ ഒരു ചാക്ക അങ്ങോട്ട് എടുത്ത് ആ പരിസരത്തിൽ ഉണ്ടായിരുന്ന കുറേ കല്ലുകൾ, ഒരു ചാക്ക് കല്ലുകൾ അങ്ങോട്ട് പറക്കി കൊണ്ടി വളരെ ബന്ധപ്പെട്ട് വലിച്ചു കൊണ്ടുപോയി വിമാനത്തിനടുത്തേക്ക്. എന്നിട്ട് പറഞ്ഞു, ഭവദത്ത, ഈ കല്ലുകൾ കൂടി വിമാനത്തിൽ കയറ്റി വെച്ചോളൂ. പരുന്തുകൾ കൂട്ടമായിട്ട് വരികയാണെങ്കിൽ എടുത്തെറിയാമല്ലോ. അപ്പം ഭവദത്തൻ, അയ്യോ, അതൊരു ബുദ്ധിശൂന്യതയല്ലേ ഗുരു? എന്താ ബുദ്ധിശൂന്യത? പരുന്തുകളെ ഓടിക്കണ്ടേ? കൂട്ടമായിട്ട് വന്ന അവയെ ഓടിക്കാൻ കല്ല് വേണ്ടേ? ആ കല്ല് നമ്മൾ കരുതണ്ടേ? ഭവദത്തന് തോന്നിയ വേണ്ട, അത്
ഇത്രയും ഭാരം കൊണ്ട് വിമാനം പറക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും എളുപ്പമല്ല. ഭാരമാകുന്നതും കുറയ്ക്കണം. നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഭാരം കുറയ്ക്കണം എന്നിട്ട് ആ വിമാനം യാത്ര ചെയ്യേണ്ടതെന്ന്. അങ്ങനെയാണെങ്കിൽ നീ തന്നെ കയറിക്കോ. നിൻ്റെ സംശയങ്ങളുടെ അഭാരമുണ്ടല്ലോ. പക്ഷി വന്നാലോ, കാറ്റ് വീശിയാലോ, പരുന്ത് ഒരെണ്ണം വന്നാലോ, കൂട്ടമായിട്ട് വന്നാലോ എന്നൊക്കെയുള്ള ആ സംശയങ്ങളുടെ ഭാരം കുറയ്ക്കും. എന്നിട്ട് വിമാനം പുറത്തു. സാധിക്കും, തീർച്ചയായിട്ടും സാധിക്കും. ഗുരുവിൻ്റെ ഉപദേശം ചെവിക്കൊണ്ടു ദേവദത്തൻ വിമാനത്തിൽ കയറി. ഗുരു താഴ്ത്തു നിന്ന് തൻ്റെ ശിഷ്യനെ അനുഗ്രഹിച്ചു. പോയിട്ട് വരൂ ദേവദത്ത, പോയി വിജയിച്ചു വരും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. ദേവദത്തൻ വിമാനം പറത്തിക്കൊണ്ട് പോവുകയും ചെയ്തു. അങ്ങനെ ആ ദൗത്യം ആദ്യം പറഞ്ഞ പോലെ ഗുരു സൂര്യവന്ദനത്തിന് വേണ്ടി കിഴക്ക് ഭാഗത്തേക്ക് പോയി. പിന്നീട് പടിഞ്ഞാറ് ഭാഗത്തേക്ക് സമുദ്രത്തെ വന്ദിക്കാൻ പോയി. വടക്ക് ഭാഗത്ത് ചെന്ന് ഹിമാലയത്തെ കണ്ട് തൊഴുതു വണങ്ങി വന്നു. തെക്ക് ഭാഗത്ത് ചെന്ന് രാമേശ്വരത്തിൻ്റെ ഗോപുരവും കണ്ട് ശിഷ്യനും യഥാസ്ഥലത്ത് വന്ന് വിമാനം ഇറങ്ങി. അപ്പോൾ ഗുരു തൻ്റെ ശിഷ്യനോട് പറഞ്ഞു, വിമാനം പറത്താൻ തുടങ്ങുമ്പോൾ എന്തൊരു കാര്യം തുടങ്ങുമ്പോഴും നമ്മൾക്ക് ആപത്ശങ്ക പാടില്ല. കരുതൽ വേണം. നമ്മളെല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം, അത് ശരി. പക്ഷേ ആപത്ശങ്ക അതൊരിക്കലും ഒരു കാര്യത്തിനും ഗുണം ചെയ്യില്ല. അതാണ് ഈ കഥയിൽ നിന്നും പഠിക്കേണ്ട പാഠം. ഈ അനുഭവം ദേവദത്ത നിനക്കൊരു പാഠമായിരിക്കട്ടെ എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ഗുരു ശിഷ്യനും മാറി മാറി വിമാനം ഓടിച്ച് കുറച്ച് നേരം രസിച്ചു. അവർ സന്തോഷമായി തങ്ങളുടെ ആശ്രമത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. ഇതാണ് ഇന്നത്തെ കഥ, വിമാനത്തിലെ കല്ല്. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. നമസ്തേ. സോറി കേട്ടോ, നന്ദി. പെട്ടെന്ന് എനിക്ക് നമസ്തേ എന്നായിട്ട് തോന്നി. നന്ദിയാണ് കേട്ടോ.